ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ ചക്കപ്പുഴുക്കാണ്. ഇതും തന്നെ നല്ല പൗക്കാത്ത പച്ച ചക്ക വേണം നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ഞാനിവിടെ കൂടുതൽ എരിവില്ലാത്ത മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി യൂസ് ചെയ്യാം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും. എന്നതിന് ശേഷം ഇത് നന്നായി കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ അതിലേക്ക് ഇട്ട മസാല എല്ലാ ചക്കൻ്റെ ചുളയിലേക്കും സ്പ്രെഡാകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നതിന് ശേഷം ചക്കയുടെ അതേ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് വേകാൻ വേണ്ടി സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നതിന് ശേഷം മൂടി അടച്ച് വെക്കാം. അത് വേകുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ച് ആവശ്യത്തിന് കുറച്ച് ജീരകം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരു 3 വിസിൽ വരെ അത് വേകാൻ വേണ്ടി വെക്കാം. ഈ ഒരു പരുവത്തിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. വെള്ളം കൂടുതൽ ഒഴിക്കാൻ പാടില്ല. ഇതേ രീതിയിൽ വേണം അത് വേകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടും. എന്നതിന് ശേഷം കയ്യിൽ വെച്ച് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. കൂടുതൽ ഒടിയാനും പാടില്ല, എന്നാലും ഒടിയാതിരിക്കാനും പാടില്ല. എന്നൊരു രീതിയിൽ പകുതി ഭാഗം അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം ഒരു ചട്ടി വെക്കാം. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണയും ചൂടായതിന് ശേഷം ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് അതിൽ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഐറ്റം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഗ്യാസ് സ്ലോ ചെയ്ത് വേണം അത് ഇടാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കും. വെള്ളം ഇല്ലാത്ത കാരണം അത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതകളാണ്. അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.